നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുത്തശ്ശി, എന്നെ അനുഗ്രഹിക്കണം. എണീക്ക്. പുരുഷന്റെ അനുഗ്രഹം അല്ല, സോമൻ ചിറ്റപ്പന്റെ അനുഗ്രഹം കൂടെ മേടിച്ചു. അതവൻ സൗകര്യം പോലെ ചെയ്തോളൂ. ഗുരുത്തോളവരെ കണ്ടുപഠിക്കടാ ഗുരുത്വദോഷി. പിന്നെ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച ശരത് മോനല്ലേ, ശരത് ന്യൂട്ടൻ. ശരത്തേട്ടൻ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ അച്ഛൻ പരിഹാസം കൊണ്ട് നിൽക്കുവാണോ? ഞാൻ ആ ടൈപ്പല്ല. അതങ്ങനെയാ കൊച്ചേ. ഏത് ഭീമൻ കല്യാണ സൗഗന്ധികം പറിക്കാൻ പോയാലും വഴിവലങ്ങായിട്ടേ ഹനുമാന്റെ വാല് കാണും. ആ അതെ, എടുത്തു മാറ്റാൻ കുറച്ച് പാടുപെടും. മനോഹരേട്ടാ, ഒന്ന് മിണ്ടാതിരിക്കേ. സോമനച്ച അനുഗ്രഹിക്കണം. വിജയീ ഭവ. ശരത് മോൻ എവിടേക്ക് യാത്ര? തമിഴ്നാട്ടിലേക്ക്. ആഹാ, അപ്പൊ അതിർത്തി കടന്നുള്ള ആക്രമണമാണല്ലേ? അച്ഛൻ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. അയ്യോ, അത് ഓർക്കുമ്പോഴാ എന്റെ മോനെ പേടി. മനോഹരേട്ടാ, ഒന്ന് ചുമ്മാതിരിക്കേ പ്ലീസ്. അല്ല ശരത് മോനെ, തമിഴ്നാട്ടിൽ എന്നാ പരിപാടി? മറീന ബീച്ചിലെ തിരയെണ്ണാൻ പോവുകയാണോ? സംഗതി കോൺഫിഡൻഷ്യല്ല. എന്നാലും അറിയേണ്ട ചിലർക്കൊക്കെ അതിന്റെ പൊട്ടും പൊടിയൊക്കെ ഊഹിച്ചെടുക്കാം. ഊഹിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല മോനെ. സമയം പോലെ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പറയോ അച്ഛാ, ഉറപ്പായും പറയും. ചിലരുടെ മുഖംമൂടി വലിച്ചു കീറുകയും ചെയ്യും. അതിന്റെ തുടക്കമായി യാത്ര. മനോഹരന്റെ ചപ്പടാച്ചിക്ക് മറുപടി പറയാൻ നിൽക്കാതെ ശരത്തുമോ പോവാൻ നോക്ക്. പിന്നല്ലാതെ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതല്ലേ? തമിഴ്നാട്ടിലേക്കാണ് ശരത്തുമോൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി ബൈക്കിന്റെ പിന്നിൽ കയറിയതെ. ആ ഈനാമ്പേച്ച് കൂട്ടും മരപ്പട്ടി. അല്ല, കാണാൻ നല്ല ശേലായനെ, ജമ്പനും തുമ്പനും. എന്നാ പിന്നെ ദേവിയേട്ടത്തി, ഞാൻ പോയിട്ട് വരാം. എന്റെ പ്രാർത്ഥനകൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും ശരത്തെ. അതൊരുമാതിരി മുള്ളു വെച്ച വർത്തമാനമാണല്ലോടി. പിന്നല്ലാതെ അരിയുണ്ടയ്ക്കകത്ത് കുപ്പിച്ചില് വെച്ചതുപോലെ. പ്രാർത്ഥനയല്ല ഇത്, രാക്ക. കേൾക്കുന്നവർക്ക് ഏതർത്ഥത്തിലും എടുക്കാം. ശരത്തെ, നീ ഇവളുടെയൊക്കെ വർത്താനം കേട്ടോണ്ട് നിൽക്കാതെ പോയിട്ട് വരാൻ നോക്കുമോനെ. ശരി ശരി. സാറ് ടെൻഷൻ ആവണ്ട. നമ്മുടെ ഈ ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അതിന്റെ കൂടെ പൊതു താല്പര്യ ഹർജിയും നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടല്ലോ. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് കോടതികള് വലിയ മൂല്യമാണ് സാർ കൽപ്പിക്കുന്നത്. പിന്നെ സാറിന് അനുകൂലമായി വന്ന മീഡിയ ഹൈപ്പും കോടതി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ശരി സാർ, ഞാൻ വയ്ക്കുക. ഡ്രൈവിംഗിനിടയിൽ ഫോണിൽ സംസാരിച്ചതിന്റെ പേരിൽ ഇനി വക്കീലിനെ പോലീസ് വഴിയിൽ പിടിച്ചു നിർത്തണ്ട. സമയത്തിന് കോടതിയിൽ എത്തേണ്ടതാണേ. വരുന്നുണ്ട്. Stop please. Stop. നിന്നെ ഞാൻ വഴിയിൽ പ്രതീക്ഷിച്ചിരുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റുന്നാണല്ലോ. ചുറ്റിയ പാമ്പ് കടിച്ചിട്ടേ പോകൂ എന്നുണ്ട് വക്കീലെ. നീ കാര്യം പറയും, എനിക്കൊരു തിരക്കുണ്ട്. എനിക്ക് തിരക്കില്ല. എങ്കിൽ നീ ശംഖുമുഖത്ത് പോയിരുന്ന് തിരയെണ്ണ.
പോ. ഏയ്, അങ്ങനെ അങ്ങ് പോകാതെ വക്കീലേ. എന്നെ വെറും മയിൽക്കുറ്റിയാക്കിയിട്ട്. ഇതിനു മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞതാ, ഡോക്ടർ നിരഞ്ജന് വേണ്ടിയുള്ള വാർസോണിൽ നീ കാണരുതെന്ന്. വക്കീൽ കേട്ടില്ല. ചില അനുസരണക്കേടുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വലിയ പണിഷ്മെന്റുകൾ കിട്ടും. ഇവിടെ നീ ഇരുന്ന് വാങ്ങുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റാ. എനിക്ക് പേടി തോന്നാത്ത സ്ഥിതിക്ക് ഞാൻ ഈ വാർസോണിൽ തന്നെ കാണൂടാ, നിരഞ്ജൻ സാറിന്റെ സർവ്വ സൈന്യാധിപനായിട്ട്. അറിയാം, നീ കോടതിയിലേക്ക് ഇപ്പൊ പാഞ്ഞു പോകുന്നതും അതിനാണെന്ന് എനിക്കറിയാം. പക്ഷേ വഴിയിൽ വെച്ചൊരു ടോറസ് ലോറിക്കോ ടിപ്പറിനോ ഒന്നും മണപ്പിക്കാൻ പോലുമില്ല നീ. നീ ചെയ്ത് കാണിക്കടാ. വാക്കുകളുകൊണ്ട് വാദിക്കുക എളുപ്പമാണ് വക്കീലെ. പക്ഷെ ഒന്ന് ഓർത്തോ, ദയാഹർജി പരിഗണിക്കാത്ത കോടതിയാണ് വിശാൽ. അതുകൊണ്ട് വിശാൽ സാർ പറയുന്നത് അനുസരിക്കുന്നതാ സിദ്ധാർത്ഥ വക്കീലിന് നല്ലത്. അല്ലെങ്കിലേ അനുഭവിക്കും. നീ മാത്രം അല്ലട ഇറക്ക, നിന്റെ വീട്ടിലിരിക്കുന്നവരും. വീട്ടിലിരിക്കുന്നവരെ വെച്ച് വിരട്ടുന്നോടാം നോയെ. വക്കീലിനെ വിട് സിദ്ധാർത്ഥ, അയാളൊരു തമാശ പറഞ്ഞല്ലേ. പിന്നെ നീ തല്ലിയത് വക്കീലിനാണെങ്കിലും നൊന്തത് എനിക്കാ. അതുകൊണ്ട് തന്നെ തിരിച്ചടിയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇതും അങ്ങ് ക്രെഡിറ്റ് ചെയ്യാം. വക്കീലേ, ചോര നല്ല ലക്ഷണം. വാർ സോണിൽ ചോര പൊടിഞ്ഞ സ്ഥിതിക്ക് ഇനി നരഭോജി കടുവകളുടെ ഊഴ. ഓരോന്നിനെയായി കൂട് തുറന്ന് വിശാൽ ഇറക്കും. വക്കീൽ ചെല്ല്. വിജയീ ഭവ. എന്റെ സമറേ, ഞാൻ ഈ കാശും കൈപ്പിടിച്ച് വെയിലത്തിരിക്കാൻ നോക്കിയിട്ട് സമയം കുറയായി. ആ ശരവണൻ തണ്ടി എവിടാന്നോ എന്തോ വരുന്നു എന്ന് പറയാനല്ലാതെ ഇതുവരെ ഇങ്ങ് എത്തിയില്ല. നമ്മള് കരുന്ന പോലൊന്നും അല്ല, അവന് വേറെ എന്തൊക്കെയോ ഉടായി പിടപാടുകളുണ്ട്. എന്തായാലും ഇത്തവണ കാശ് കൊടുത്ത് പിണക്കാതെ നിർത്താം, പിന്നെ നൈസായിട്ട് ഒഴിവാക്കാം. ഞാൻ വിളിക്കാടാ. അവന്റെ കോള് കയറി വന്നോണ്ടിരിക്കുന്നു. എടാ ശരവണ, നീ ഇത് എവിടാ? ഞാൻ ഇവിടെ വന്നിരുന്ന് പേരിറങ്ങി. കാശിന്റെ ആവശ്യം നിനക്കാ. അപ്പൊ പറഞ്ഞ സമയത്ത് വന്ന് കൃത്യമായി വന്ന് വാങ്ങിക്കേണ്ട നിന്റെ ഉത്തരവാദിത്വമല്ലേ? ഒന്നാമത് എന്റെ കയ്യിൽ കാശിരിക്കത്തില്ല. ഇതിന്ന് ഒരു താള് ഞാൻ വലിച്ച ചാറ പറയുന്നത് മൊത്തവും പോരും, ചീട്ട് കൊട്ടാരം വീഴുന്ന പോലെ.